കറക്റ്റ് ടൈമിൽ പ്രഗ്നന്റ് ആയി ഉണ്ടാവുന്ന കുട്ടികളും അതല്ലാണ്ട് കുറച്ച് ലേറ്റ് പ്രഗ്നൻസീസിൽ ഉണ്ടാവുന്ന കുട്ടികളും തമ്മിൽ അവരുടെ ബേസിക് ഹെൽത്തിന് ഡിഫറൻസ് ഉണ്ടാവും? ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. കാരണം വെച്ചാൽ നമ്മളിപ്പം ഒരു ബേസിക് ഒരു കാര്യം ആലോചിച്ചാൽ മതി. അതായത് 35 വയസ്സ് കഴിഞ്ഞ ഉണ്ടാവുന്ന പ്രഗ്നൻസീസിൽ 35 വയസ്സ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രഗ്നൻസിയിൽ നമ്മൾ ഈ കഞ്ചറ്റൽ അനോമലി സ്ക്രീനിങ് ചെയ്തിട്ട് ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുള്ളൂ. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഡൗൺ സിൻഡ്രോം പോലത്തെ അബ്നോമാലിറ്റീസ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ലേറ്റ് ആയിട്ട് വരുന്ന പ്രഗ്നൻസിയിൽ ഈ മദറിന്റെ കണ്ടീഷൻസ് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. നമ്മൾ എൽഡർലി പ്രൈം എന്ന് പറയുമ്പോൾ 30 വയസ്സ് കഴിഞ്ഞ് ഉണ്ടാവുന്ന ഫസ്റ്റ് പ്രഗ്നൻസി ഉണ്ടാകുമ്പോൾ അപ്പോൾ ഈ മദറിന്റെ കണ്ടീഷൻസ് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് വരും. അതായത് BP കൂടാനുള്ള ചാൻസ് വരും, അല്ലെങ്കിൽ അങ്ങനെ മെറ്റേണൽ ഇഷ്യൂസ് വരും. അപ്പോൾ ഈ മെറ്റേണൽ ഇഷ്യൂസ് വരുമ്പോൾ നാച്ചുറലി ഇത് കുട്ടീനെ ബാധിക്കുന്നത്. അതായത് ഒരു ബ്ലഡ് പ്രഷർ കൂടിയ ഒരു മദറിൽ ഉണ്ടാകുന്ന കുട്ടിയും ഒരു നോർമൽ ആയിട്ടുള്ള മദറിൽ ഉണ്ടാകുന്ന കുട്ടിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം വെച്ചാൽ ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ടാവും, അങ്ങനെ കുറെ ഓക്സിജൻ, അതായത് ബ്ലഡ് പ്രഷർ കൂടാന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഓക്സിജൻ കുറയും, കുട്ടിക്ക് ഓക്സിജനും ന്യൂട്രീഷനും എല്ലാം കുറയും അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് ഗ്രോത്ത് റിട്ടാർഡേഷനും പ്രോബ്ലംസും ഒക്കെ ഉണ്ടാവും. ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ വയറ്റിനകത്ത് വെച്ചുണ്ടാവും കുട്ടിക്ക് ഉണ്ടാവുന്ന ഓരോ ഇൻസൾട്ടും ആ കുട്ടീനെ ജീവിതകാലം മുഴുവൻ പിന്തുടരുന്നുള്ളതാണ്. ചൈൽഡ്ഹുഡ് ട്രോമ മാത്രമല്ല, നമ്മൾ മാനുഫാക്ചറിംഗ് ഡിഫക്ട് എന്ന് പറയും. ഇപ്പൊ 35 വയസ്സ് കഴിഞ്ഞ ഒരു ഡയബറ്റിക് പേഷ്യൻസ് ആവും. ഈ ഡയബറ്റിസ്, ഈ എഗ് ഉണ്ടാവുന്ന സമയത്തുള്ള ഡയബറ്റിസ്, കുട്ടിയുടെ ഓർഗൻസ് ഫോം ചെയ്യുന്ന സമയത്തുള്ള ഡയബറ്റിസ്, ഇതൊക്കെ അഫക്ട് ചെയ്യും കുട്ടീനെ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും. പ്രഗ്നൻസി എന്ന് പറയുന്നത് വളരെ കെയർഫുൾ ആയിട്ട് ഒരു നൂൽപ്പാലത്തിൽ കൂടെ നടന്നു പോകുന്ന രീതിയിൽ കെയർഫുൾ ആയിട്ട് മാനേജ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ട്രീറ്റ് ചെയ്യേണ്ടതല്ല, മാനേജ് ചെയ്യേണ്ട.